ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡൽഹി ട്രാവൽ സീരീസ്. ഹോസ്കാസ് വില്ലേജിലെ റോസ് ഗാർഡന്റെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഹോസ്കാസ് കോംപ്ലക്സ് ആണ്. റോസ് ഗാർഡനിൽ നിന്ന് എക്സിറ്റ് ആവുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഡിയർ പാർക്ക്. അവിടെ നിന്ന് കുറച്ച് മുമ്പിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഹോസ്കാസ് കോംപ്ലക്സ് ആണ്. ഈ ഒരു ഫോർട്ടിൻ്റെ എൻട്രൻസ് ഹോസ്കാസ് മാർക്കറ്റ് സൈഡിൽ നിന്നുമാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. 20 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് ചാർജ് വരുന്നത്. എല്ലാ ദിവസവും കോംപ്ലക്സ് ഓപ്പൺ ആണ്. ഹോസ്കാസ് കോംപ്ലക്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗാർഡനാണ്. ഗാർഡനിൽ 6 പവലിയോൺസ് ഉണ്ട്. അതായത് പല ഷേപ്പിലുള്ള റെക്റ്റാങ്കുലർ, ഒക്ടഗണൽ, ഹെക്സഗണൽ ഷേപ്പിലും പല സൈസിലുമുള്ള പവലിയോൺസ്. ഈ ഒരു ഗാർഡനിലേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. കോംപ്ലക്സിനുള്ളിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഗാർഡന് നടുക്കായിട്ട് ഒരുപാട് പക്ഷികൾ. പിന്നെ ഇവരെ കണ്ടോ, ഇവർ രണ്ടുപേരും നല്ല സ്നേഹമാണ് കേട്ടോ. ഇവർക്ക് മാത്രമല്ല, അവിടെയുള്ള പ്രാവുകൾക്കും അണ്ണാനും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. കാരണം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും വിസിറ്റേഴ്സും ഒക്കെയാണ് ഇവർക്ക് കൂടുതൽ ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരുമായിട്ടും വളരെയധികം ഫ്രണ്ട്ലിയാണ്. ഇതിവർക്ക് ഡെയിലി കിട്ടുന്ന ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ബഹളവും വെയിറ്റ് ചെയ്തുള്ള ആ ഒരു ഇരിപ്പും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അവരുടെ ഫുഡ് അടി അവിടെ നടക്കട്ടെ. നമുക്ക് കുറച്ച് ഹിസ്റ്ററിയൊക്കെ അറിയാം. 13-ാം നൂറ്റാണ്ടിലെ ഡൽഹിയിലെ 2ാമത്തെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് ഹോസ്കാസ് ഗ്രാമത്തിൻ്റെ ഉത്ഭവം. 1296-ൽ അലാവുദ്ദീൻ ഖിൽജി അടുത്തുള്ള സിരി കോട്ടയിലേക്കും പുതുതായി നിർമ്മിച്ച സിരി നഗരത്തിലേക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്കാസ് ലേക്ക് നിർമ്മിച്ചത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു റിസർവോയർ. ഹോസ്കാസ് കോംപ്ലക്സിനുള്ളിൽ നിന്നും ലേക്കിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു ലേക്കിനെ ഫേസ് ചെയ്ത് കോട്ടയുടെ വടക്ക് ഭാഗത്ത് ഒരു മസ്ജിദ് ഉണ്ട്. ഇതാണ് ആ ഒരു മസ്ജിദ്. പവലിയൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ഒരു മസ്ജിദ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹോസ്കാസ് ലേക്കിൻ്റെ ഒരു സൂപ്പർ വ്യൂ ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. മദ്രസയുടെ നോർത്തേൺ വിങ്ങിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മദ്രസയുടെ ഈ ലോബികളിലൊക്കെ ഇരുന്ന് നമുക്ക് പുറത്തേക്കുള്ള ഹോസ്കാസ് ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഫിറൂസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ വാട്ടർ ടാങ്കിന് ചുറ്റുമുള്ള പ്രദേശം ഒരു മദ്രസ, പള്ളി, നിരവധി ശവകുടീരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സായി വികസിപ്പിച്ചു. അങ്ങനെ ഹോസ്കാസ് ഇസ്ലാമിക പഠനത്തിനുള്ള ഒരു പ്രമുഖ കേന്ദ്രമാക്കി മാറ്റി. മദ്രസയുടെ വിശേഷങ്ങളും ഫിറോസ് ഷായുടെ ശവകുടീരത്തിൻ്റെ വിശേഷങ്ങളും സ്പെഷ്യാലിറ്റിയും ആർക്കിടെക്ചറും എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ വെയിറ്റ് ഫോർ പാർട്ട് 2.